ശ്രീമതി കെ രമ, അങ്ങേക്ക് 4 മിനിറ്റ്. സർ, ഞാൻ ഈ ധനവിനിയോഗ ബില്ലിനെ എതിർക്കുകയാണ് സർ. യാഥാർത്ഥ്യവുമായി ഒരു തരത്തിലും ഒത്തുപോകാത്തതാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് സർ. ശ്രീ സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് യാതൊരു കാഴ്ചപ്പാടുമില്ലാത്തതാണ് എന്നുകൂടി പറയുകയാണ് സർ. പല സർക്കാർ നിയന്ത്രണ സ്ഥാപനങ്ങളും ജീവനക്കാർക്ക് യഥാസമയം ശമ്പളം ലഭിക്കുന്നില്ല, പെൻഷൻ ലഭിക്കുന്നില്ല, ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല, മറ്റാനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് സർ. പാടത്ത് ജോലി പരമ്പത്ത് കൂലി എന്നതാണ് ഈ സർക്കാരിൻ്റെ ഈ പാർട്ടിയുടെ നയം. ആ പാർട്ടി ഭരിക്കുന്ന സർക്കാരിൻ്റെ അവസ്ഥയാണ് സർ ഇത്. എല്ലാ സ്ഥലത്തും സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ തസ്തികകൾ പുനർനിർണ്ണയിക്കുന്നില്ല, അധ്യാപകരെ സ്ഥിര നിയമനം നടത്തുന്നില്ല, എല്ലാ സ്ഥലത്തും ഒഴിവുകളാണ്, താൽക്കാലിക നിയമനങ്ങളാണ്, കരാറടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ മുഴുവൻ നടത്തുന്നത്. അതുപോലെ തന്നെ ആകെ PSCയിൽ നിയമനം നടത്തുന്നില്ല സർ. PSCയിൽ ഇപ്പോൾ ഒറ്റ കാര്യം നടക്കുന്നുള്ളൂ, PSC അംഗമാകാൻ വേണ്ടി കോഴ വാങ്ങുന്ന ഒരു സാഹചര്യം ആ പാർട്ടി, പ്രത്യേകിച്ചും ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു അപജയം, തെറ്റുതിരുത്തൽ സമീപനവുമായി പോകുന്ന സമയത്താണ് സർ PSCക്ക് 22 ലക്ഷം രൂപയാണ് ഇപ്പോൾ വാങ്ങിയത്. അത് ചെറിയ ആളൊന്നുമല്ല, ചെറിയ മീനൊന്നുമല്ല സർ. പാർട്ടിയുടെ CITയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ് ഇത് വന്നത് എന്നത് ആ പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു, എവിടേക്കാണ്, ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത് സർ. തുടക്കത്തിലെ ചന്ദ്രശേഖരനൊക്കെ പറഞ്ഞ കാര്യം ഈ പാർട്ടിയുടെ അപജയത്തെ സംബന്ധിച്ചും ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചും ഓരോ ഉദാഹരണങ്ങൾ തുടർന്നു കൊണ്ടുവരികയാണ് സർ. അവശ്യ വസ്തുക്കളില്ലാതെ നമ്മുടെ സപ്ലൈകോ അലമാരകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് സർ. സപ്ലൈകോയുടെ 50ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുകയാണ്, പക്ഷേ ആഘോഷത്തിന് ഒരു മുടക്കവുമില്ല സർ. കഴിഞ്ഞ നവംബറിൽ സംഘടിപ്പിച്ചപ്പോൾ വീണ്ടും കേരളീയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർ. കഴിഞ്ഞ നവംബറിൽ സംഘടിപ്പിച്ച കേരളീയം പരിപാടിയിൽ അവതരിപ്പിച്ച കലാകാരന്മാർക്ക് ഇതുവരെ ശമ്പളം കൊടുത്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. പണം കൊടുക്കാത്ത കലാകാരന്മാർ ഇപ്പോഴും നമ്മളെയൊക്കെ സമീപിക്കുകയാണ് സർ. അതൊന്നും സർക്കാരിനൊരു വിഷയമല്ല. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തണമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ പരിപാടിയുടെ കണക്കുകൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു എന്നാണ് ജനുവരി 29 ചോദ്യത്തിന് മറുപടിയായി വന്നത്. ആ കണക്ക് പോലും കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാതെ വീണ്ടും ഇത് സംഘടിപ്പിക്കുകയാണ് സർ. ക്രമസമാധാന നിലയെ സംബന്ധിച്ച് പറയേണ്ടതില്ല, ഗുണ്ടാ വിളയാട്ടമാണ്. പ്രിൻസിപ്പളിൻ്റെ കാൽ തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കുട്ടി ഗുണ്ടാ നേതാവും പോലീസുകാരുടെ ഭീഷണിപ്പെടുത്തുന്ന നേതാക്കളും ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് സാർ. കുറ്റവാളികളെ ജയിലടച്ചാൽ പോലും നമുക്ക് ആശ്വാസമില്ല. കാരണം നമ്മുടെ ജയിലുകൾ ഭരിക്കുന്നത് ഗുണ്ടാ സംഘങ്ങളും കൊലയാളി കൂട്ടങ്ങളുമാണ് സാർ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടാപ്പടകളിൽ നിന്ന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം പോലുമുണ്ട്. മതിയായ എണ്ണം ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാത്തത് ഈ നില വളരെ വഷളാക്കുകയാണ്. വടക്കൻ മേഖലകളിലൊക്കെ പല ജയിലുകളും ഭരിക്കുന്നത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ് സാർ. ഉദ്യോഗസ്ഥരെ മാത്രമല്ല, സർക്കാരിനെ പോലും മുൾമുനയിൽ നിർത്താൻ ശേഷിയുള്ളവരാണ് സാർ ഈ ക്രിമിനലുകൾ. അതുകൊണ്ട് തന്നെ സാർ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടും അതിനെ പോലും മറികടന്നുകൊണ്ട് TP കേസിലെ പ്രതികളെ വിട്ടയക്കാൻ വേണ്ടിയുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചത്. നിങ്ങളുടെ നിർദ്ദേശമില്ലാതെ എങ്ങനെയാണ് സാർ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പ്രതികളെ ലിസ്റ്റിൽ ചേർക്കാൻ വേണ്ടി സാധിക്കുക? നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഈ പ്രതികളെ വിട്ടയക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് വിട്ടയക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടി ഇടയായിരിക്കുന്നത്. ഈ സംഭവങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കുകയാണ് സർക്കാർ ചെയ്തത്. സാർ, എൻ്റെ മൊഴിയെടുത്തൊരു പോലീസുകാരനെ വയനാട് ജില്ലയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്തത് സാർ? ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തു. ഉദ്യോഗസ്ഥനോട് മൊഴിയെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അത് നിറവേറ്റുകയാണ് ചെയ്തത്. പക്ഷേ അതിനെ സർക്കാർ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് പ്രതികാര നടപടി എടുക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ്, നിങ്ങളാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സാർ. സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകമായിരുന്നു സാർ TP ചന്ദ്രശേഖരൻ്റേത്. സാർ, അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയിൽ ഫെബ്രുവരി 27 ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് വിധി പ്രഖ്യാപിച്ചിട്ടിപ്പോൾ 5 മാസം കഴിഞ്ഞിരിക്കുകയാണ് സാർ. 5 മാസം കഴിഞ്ഞിട്ടും സർക്കാർ അതിനകത്ത് അപ്പീൽ പോയിട്ടില്ല. സംസ്ഥാന സർക്കാരാണ് അപ്പീൽ പോകേണ്ടത്. അപ്പീൽ പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂട്ടറുടെ കത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ കത്തും ഒക്കെ സർക്കാരിന്റെ കൈവശമുണ്ട്. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പറ്റിരിക്കുകയാണ്. അതിനൊരു തീരുമാനമെടുത്തിട്ടില്ല. ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് സാർ ആ കേസിൽ അപ്പീൽ പോകാൻ സർക്കാർ തീരുമാനിക്കാത്തത്. അതിന് തീരുമാനമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. അതിനപ്പുറം ഈ കേസിലെ പ്രതികൾക്ക് അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. കഴിഞ്ഞ 12 കൊല്ലമായി ജയിലിൽ കഴിയുന്ന ഈ പ്രതികൾ ഇപ്പോൾ ഹൈക്കോടതിയിലും വലിയ അഭിഭാഷകരെ വെച്ച് കേസ് നടത്തി, സുപ്രീം കോടതിയിലും ഇപ്പോൾ അതിനേക്കാളും വലിയ അഭിഭാഷകരെ വെച്ച് കേസ് നടത്താൻ വേണ്ടി പോവുകയാണ്. എവിടുന്നാണ് സാർ ഈ കൊലയാളികൾക്കൊക്കെ പണം ഉണ്ടാകുന്നത്? ഈ കൊലയാളികൾക്കൊക്കെ പണം കൊടുക്കുന്നത് ഈ പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ സംരക്ഷണത്തിൽ ഈ കൊലയാളി
തൊഴിലാളികൾ വളരുകയാണ്. അതിനുള്ള സഹായങ്ങളെല്ലാം സർക്കാരും ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ സർക്കാർ ഈ പിണറായി സർക്കാർ അടുത്ത 2 വർഷം കഴിഞ്ഞാൽ അധികാരത്തിൽ വരില്ല, ഇടതുപക്ഷം എന്നിവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ സർക്കാർ പുറത്തു വരുന്നതിന് മുന്നേ ഈ പ്രതികളെ ജയിലിൽ നിന്ന് പുറത്തു നടത്തണം എന്നുള്ളതാണ് സർക്കാരിന്റെ അജണ്ട. അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അപ്പീലിന് പോലും പോകാൻ വേണ്ടി കഴിയാതെ ഈ കേസിന്റെ അടയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് തീരുമാനമെടുക്കാനുള്ള നടപടി ഉണ്ടാകണം. ആരോഗ്യരംഗത്തൊന്നും പറയേണ്ടതില്ല സർ, വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഓരോ സ്ഥലത്തും അനുഭവിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ എന്റെ മണ്ഡലങ്ങളിലൊക്കെ വലിയ തോതിൽ ബിൽഡിങ്ങുകൾ എടുത്തിട്ടുണ്ട്. ആ ബിൽഡിങ്ങുകൾ 5 കോടി രൂപയുടെ ബിൽഡിംഗ് എടുക്കുകയാണ് സർ. ആ ബിൽഡിങ്ങിൽ അതിൽ അത്യാവശ്യമായ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവന് ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ മാറ്റിയിട്ടില്ല. അവിടുത്തെ സ്റ്റാഫില്ല, ഡോക്ടർമാരില്ല, മറ്റ് നഴ്സുമാരില്ല. അവിടെ നമ്മുടെ MLA-മാരൊക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. എല്ലാ MLA-മാരും 4 കോടി പിരിച്ചെടുത്തു സർക്കാർ. എൻ്റെ മണ്ഡലത്തിലും ഒരു ഐസൊലേഷൻ വാർഡ് ഉണ്ടാക്കി. ആ ഐസൊലേഷൻ വാർഡ് 1.25 കോടി രൂപ, പകുതി കിഫ്ബിയും പകുതി MLA ഫണ്ടുമാണെന്ന് പറയുന്നത്. ആ നിർമ്മിച്ച് 1 മാസത്തിനുള്ളിൽ ആ ഐസൊലേഷൻ വാർഡ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായത്. വൻ അഴിമതിയാണ് സർ ഇതിനകത്തൊക്കെ നടക്കുന്നത്. ഏതെങ്കിലും മേൽനോട്ടം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഗൗരവത്തിൽ കാണാൻ കഴിയാത്ത ഈ ബജറ്റിനെ എങ്ങനെയാണ് സതക്കുന്നത്? ഇതിനെ എതിർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു.